ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇതിന് ഒരു എക്സാമ്പിളാണ് അറേ എന്ന് പറയുന്നു. അറേ നമ്മൾ പറഞ്ഞത് ഇസ് എ കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റം. ഒരേ ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. ഈച്ച് ഡാറ്റ ഐറ്റം ഈസ് കോൾഡ് എലമെൻറ്റ് ഓഫ് ദ അറേ. അതിനകത്ത് ഓരോ ഡാറ്റയെയും അതിനെ നമ്മൾ എന്ത് പറയും, എലമെൻറ്റ് ഓഫ് ദ അറേ എന്ന് പറയും. ആ അറേക്കകത്തുള്ള എലമെൻ്റ് ആയിക്കൊണ്ടാണ് ഓരോ ഡാറ്റയെയും നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത്. The data type of the element may be any valid data type like character, integer, float, double. Data type എന്ന് പറയുന്നത് മേ ബി ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ലൈക്ക് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് കണ്ടിട്ടുണ്ട്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ എന്താ, എ ബി അങ്ങനെ ക്യാരക്ടേഴ്സ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പേഴ്സ്. ഫ്ലോട്ട് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഓക്കെ. ദ എലമെൻറ്റ്സ് ഓഫ് അറേ ഷെയർ ദ സെയിം വേരിയബിൾ നെയിം. ഓക്കെ. എക്സാമ്പിൾ ഇവിടെ താഴെ നമ്മൾ കൊടുത്തത് കാണാം. ഇതിനകത്ത് എലമെൻറ്റ്സ് ഓഫ് ദ അറേ ഷെയർ ദ സെയിം വേരിയബിൾ നെയിം ബട്ട് ഈച്ച് വൺ ക്യാരി എ ഡിഫറെൻറ്റ് ഇൻഡെക്സ് നമ്പർ നോൺ ആസ് സബ്സ്ക്രിപ്റ്റ്. എലമെൻറ്റ് ഓഫ് അറേ ഷെയർ ദ സെയിം വേരിയബിൾ നെയിം. ഒരു അറേക്കകത്തെ ഡാറ്റ, ഒരു അറേക്കകത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരേ വേരിയബിൾ നെയിം ഷെയർ ചെയ്യും. ദാറ്റ് ഈസ് അറേ ARR0, ARR of 1, ARR of array of 2, array of 3, array of 4 എന്ന് പറയുന്ന, ഇപ്പോൾ നമുക്ക് ഏത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ. പക്ഷേ എ ഡിഫറെൻറ്റ് ഇൻഡെക്സ് നമ്പർ നോൺ ആസ് സബ്സ്ക്രിപ്റ്റ്. എന്താണ് ഇൻഡെക്സ് നമ്പർ? array of 0, array of 1, array of 2, array of 3, array of 4. ഇതാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അതിൽ മാത്രമാണ് അതിനെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ദ അറേ ക്യാൻ ബി 1 dimensional, 2 dimensional ഓർ മൾട്ടി ഡയമെൻഷണൽ. അറേ എന്ന് പറയുന്നത് 1 dimensional ആവാം, 2 dimensional ആവാം, മൾട്ടി ഡയമെൻഷണൽ. ഇത് ഇവിടെ പറയുന്ന എക്സാമ്പിൾ 1 dimensional അറേ ആണ്. അപ്പോൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് അറേ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു ലിങ്ക്ഡ് ലിസ്റ്റ്. എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഇൻ ദ മെമ്മറി. ഇറ്റ് ക്യാൻ ബി സീൻ. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ വിച്ച് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഇൻ ദ മെമ്മറി. അപ്പോൾ ആ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് മെമ്മറിക്കകത്ത് ഒരു ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത് ആ ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ഡാറ്റ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ആസ് ദ കളക്ഷൻ ഓഫ് നോഡ്സ്. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, കൂടുതൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് എന്ന് കൂടുതൽ നമുക്ക് പറയാം. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സീൻ ആസ് ദ കളക്ഷൻ ഓഫ് നോഡ്സ് സ്റ്റോർഡ് അറ്റ് നോൺ കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. ഇതിനകത്ത് കളക്ഷൻ ഓഫ് നോഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു നോഡ്, ഇത് സെക്കൻഡ് നോഡ്, ഇത് തേർഡ് നോഡ്, ഇത് ഫോർത്ത് നോഡ്, ഇങ്ങനെ എന്തുണ്ടാവും, കുറേ നോഡുകളുണ്ടാവും. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് നോഡ്സ് സ്റ്റോർഡ് ആറ്റ് എ നോൺ കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ. അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോന്നിനും ഓരോ മെമ്മറി ലൊക്കേഷൻസുകൾ ഉണ്ടാവും. ഈച്ച് നോഡ് ഓഫ് ദ ലിസ്റ്റ് കണ്ടെയ്ൻ എ പോയിൻ്റർ ടു ഇറ്റ്സ് അഡ്ജസൻറ്റ് നോഡ്. ഓരോ നോഡിനും, ഈച്ച് നോഡ്, ഓരോ നോഡിനും ഓഫ് ദ ലിസ്റ്റിലെ ഓരോ നോഡിനും കണ്ടെയ്ൻ എ പോയിൻ്റർ ടു അഡ്ജസൻറ്റ് നോഡ്. അടുത്ത ഒരു നോഡുമായിട്ട് എന്തുണ്ടാവും, ഒരു പോയിൻ്റർ ഉണ്ടാവും. അപ്പോൾ ഓരോ നോഡും അടുത്ത ഒരു നോഡുമായിട്ട് എന്തുണ്ട്, ഒരു അഡ്ജസൻറ്റ് നോഡുമായിട്ടുള്ള ഒരു പോയിൻ്റർ ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് വാല്യൂ, ഫസ്റ്റത്തിലെ ഹെഡ് എന്ന് പറയുന്നതിന് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. പിന്നെ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് നോഡിൽ പോകും.
ഓക്കെ, ആ ഫസ്റ്റ് നോഡിൽ നിന്ന് അടുത്ത നോഡിലോട്ട് ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് നോഡിലോട്ട് പോകും. അവിടുന്ന് മറിച്ച് മൂന്നാമത്തതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തത് ഇതിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, അതിലോട്ട് വാല്യൂ ആഡ് ആവും. ഇങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ വർക്ക് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാക്ക്. എന്താണ് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇസ് എ ലീനിയർ ലിസ്റ്റ്. ലീനിയർ ലിസ്റ്റിന് എക്സാമ്പിളാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻസ് ആർ അലൗഡ് ഓൺലി അറ്റ് വൺ എൻഡ് കാൾഡ് ടോപ്പ്. ഡാറ്റ ഇൻസേർഷനും ഡാറ്റ ഡിലീഷൻ ചെയ്യാനും ഒരൊറ്റ എൻഡിലൂടെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ഒരൊറ്റ എൻഡിലൂടെയാണ് ഡാറ്റ ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ എൻട്രി ചെയ്യണം. ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ആദ്യം എന്താണ്, എൻട്രി ചെയ്യുന്നതിനെ പുഷ് എന്നും ഡിലീറ്റ് ചെയ്യുന്നതിനെ പോപ്പ് എന്നും നമ്മൾ പറയും. അപ്പോൾ ടോപ്പിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് നോഡിൽ വരും, പിന്നീട് ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തതിലോട്ട്, ആദ്യത്തെ വാല്യൂ അടിയിലോട്ട് ഇങ്ങനെ പോകും. അതായത് ഇപ്പം നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു ചാക്ക്. അപ്പോൾ ചാക്കിൽ നമ്മൾ എങ്ങനെയാണ് ഇടുക? ഫസ്റ്റ് ഒരു സാധനം ഇടും അല്ലേ, പിന്നീട് രണ്ടാമത് ഇടുമ്പോൾ അതിൻ്റെ മുകളിലാണ് വരിക, പിന്നെ മൂന്നാമത് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ വരും. അപ്പോൾ ആദ്യം ഇട്ടത് നമുക്ക് ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യാൻ കഴിയുക, അതിൽ നിന്ന് എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് ഫിഫോ എന്ന് നമ്മൾ പറയും. ഫിഫോ അല്ല, ലിഫോ എന്ന് പറയും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ ആണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് നമ്മൾ എന്താണോ അതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് എടുക്കുന്നത് ലാസ്റ്റ് ഇട്ടതായിരിക്കും. എ സ്റ്റാക്ക് ഈസ് ആൻ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്, ക്യാൻ ബി ഇംപ്ലിമെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് സ്റ്റാക്കാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യൂവിനെ കുറിച്ചിട്ടാണ്. ക്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, എല്ലായിടത്തും ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഒന്നിന് ശേഷം ഒരാൾക്ക് പിറകിൽ മറ്റാൾ ഇങ്ങനെ നിൽക്കും, പിന്നെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടെ സെർവിങ് എങ്ങനെ വരിക, ഫസ്റ്റ് ചെന്ന ആളുകൾക്ക് ഫസ്റ്റ് അല്ലേ. സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ചെന്ന ആളെയാണ് ഫസ്റ്റ് പുറത്താകുക. ഇവിടെ ഫസ്റ്റ് ചെന്ന ആളാണ് ഫസ്റ്റ് സെർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇസ് എ ലീനിയർ ലിസ്റ്റ് ഇൻ വിച്ച് എലമെൻറ്റ്സ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഓൺലി അറ്റ് വൺ എൻഡ് കാൾഡ് റിയർ ആൻഡ് ഡിലീറ്റഡ് ഓൺലി അറ്റ് അതർ എൻഡ് കാൾഡ് ഫ്രണ്ട്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഈസ് എ ലീനിയർ ലിസ്റ്റ്, ഒരു ലീനിയർ ലിസ്റ്റാണ്. ഇൻ വിച്ച് എലമെൻറ്റ്സ് ക്യാൻ ബി ഇൻസേർട്ടഡ്. അതിലേക്ക് ക്യൂവിലായിട്ട് ഡാറ്റ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് അറ്റ് വൺ എൻഡ്, ഒരു എൻഡിലൂടെയാണ് ഡാറ്റ എൻട്രി ചെയ്യുക. അതിനെ നമ്മൾ റിയർ എന്ന് പറയും. ആൻഡ് ഡിലീറ്റഡ് ഓൺലി അറ്റ് അതർ എൻഡ്. ഡിലീറ്റ് ചെയ്യുന്നത് മറ്റ് ഒരു എൻഡിൽ നിന്നാണ്. അതിനെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും ബാക്ക് എൻഡിലൂടെ റിയർ എൻഡിലൂടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും കഴിയും ക്യൂയിലേക്ക്. ക്യൂ എന്ന് പറയുന്നത് ഇസ് ആൻ അബ്സ്ട്രാക്ട് ഡാറ്റ സ്ട്രക്ചർ സിമിലർ ടു സ്റ്റാക്കിൻ്റെ പോലെ തന്നെയാണ്. ക്യൂ ഈസ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്. ക്യൂ എന്ന് പറയുന്നതിന് രണ്ട് എൻഡ് ഉണ്ടാവും. Therefore, it follows first in first out methodology for storing data item. അപ്പോൾ അതെന്ന് പറയുന്നത് ഏത് മെത്തഡോളജിയാണ് ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ. സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ, LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറേ, പിന്നെ ലിസ്റ്റ്, പിന്നെ സ്റ്റാക്ക്, ക്യൂ. ഇതാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇനി നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡസ് നോട്ട് ഫോം എ സീക്വൻസ്. അതിനകത്ത് ഒരു സീക്വൻഷ്യൽ ആയിട്ടല്ല ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത്. ഈച്ച് ഐറ്റം ഓർ എലമെൻറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് 2 or more അതർ ഐറ്റം. ഓരോ എലമെൻറ്റ്സ് ഓഫ് ഐറ്റം, ഡാറ്റ എലമെൻറ്റ്സും മേ ബി കണക്റ്റഡ് വിത്ത് 2 or more അതർ ഐറ്റം. ഒന്നോ അതിൽ കൂടുതലോ
ഐറ്റവുമായിട്ട് എന്തിട്ടുണ്ടാവും, ഒരു നോൺ ലീനിയർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. ദ ഡാറ്റ എലമെൻറ്റ്സ് ആർ നോട്ട് അറേഞ്ച്ഡ് ഇൻ സീക്വൻഷ്യൽ സ്ട്രക്ചർ. ഡാറ്റ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ രീതിയിലായിരിക്കില്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോൺ ലീനിയറിന് എക്സാമ്പിളാണ് ട്രീ എന്ന് പറയുന്നത്. ട്രീക്കകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും എ എന്ന് പറയുന്ന ഒരു നോഡ്, എ നോഡ് ബി നോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എ നോഡ് സി നോഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബി നോഡ് ഡി നോഡുമായിട്ടും ഇ നോഡുമായിട്ടും അതിൻ്റെ ചിൽഡ്രൻ നോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ നോഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാവാം. അപ്പം അതിനെയാണ് ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ട്രീ ആർ മൾട്ടി ലെവൽ ഡാറ്റ സ്ട്രക്ചർ. ട്രീ എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് വിത്ത് എ ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് എമംഗ് ഇറ്റ്സ് എലമെൻറ്റ് നോൺ ആസ് നോഡ്സ്. അതിനൊരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നുള്ളത്. ഹൈറാർക്കി അല്ലേ, ഹൈറാർക്കി പറഞ്ഞാൽ നമുക്കറിയാം ഒരു പാരൻറ്റ്, പിന്നെ ചൈൽഡ്, പിന്നെ സബ് ചൈൽഡുകൾ. ഒരു ട്രീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു എന്തുണ്ടാവും, ഒരു തടി ഉണ്ടാവും, അതിൽ നിന്ന് ഒരു ബ്രാഞ്ച് പോവും, ആ ബ്രാഞ്ചിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചുകൾ ഉണ്ടാവും, ആ ബ്രാഞ്ചിൽ നിന്ന് തന്നെ വീണ്ടും കുറേ ബ്രാഞ്ചുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ട്രീ എന്ന് പറയുന്നത്. അതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ട്രീ എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. പിന്നെ വിത്ത് ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ്, ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നുള്ളത്. ദ ബോട്ടം മോസ്റ്റ് നോഡ് ഇൻ ദ ഹൈറാർക്കി ആർ കാൾഡ് ലീഫ് നോഡ്. അതിൻ്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അടിയത്തെ നോഡിനെ ഓരോ എലമെൻസിനെയും നോഡ് എന്നാണ് ഇവിടെ സ്റ്റാക്കിലേതുപോലെ തന്നെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും ബോട്ടം മോസ്റ്റ്, ഏറ്റവും അടിയത്തെ നോഡിനെ ലീഫ് നോഡ് എന്നും ഏറ്റവും ടോപ്പ് മോസ്റ്റ് നോഡിനെ റൂട്ട് നോഡും എന്നും അറിയപ്പെടുന്നു. ഓക്കെ. ട്രീ ഡാറ്റ സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ ദ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എമംഗ് ദ നോഡ്. ട്രീ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ട്രീ ഡാറ്റ സ്ട്രക്ചർ. ഇനി അടുത്തത് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് എന്ന് പറയുന്നത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാ നമ്മൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് എലമെൻറ്റിൻ്റെ ഡാറ്റ എലമെൻസിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. കണക്റ്റഡ് ബൈ ലിങ്ക്സ് നോൺ ആസ് എഡ്ജസ്. ഓരോ നോഡും പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കണക്ഷനെയാണ് ഇവിടെ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ. ആ പിക്ചർ നമ്മൾ എടുക്കുമ്പോൾ അടുത്ത സ്ലൈഡിൽ ആ പിക്ചർ വരുമ്പോൾ നമുക്ക് ഒന്ന് കാണിച്ചു തരാം. എ ഗ്രാഫ് എന്ന് പറയുന്നത് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ട്രീ. ഗ്രാഫ് എന്ന് പറയുന്നത് ട്രീയിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണ് ഗ്രാഫ് ട്രീയിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത്, എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഗ്രാഫ് ക്യാൻ ഹാവ് സൈക്കിൾ വൈൽ ദ ട്രീ കനോട്ട് ഹാവ് ദ വൺ. ഗ്രാഫ് എന്ന് പറയുന്നത് സൈക്കിളാണ്. അതായത് ഒരു സൈക്കിൾ കണക്ഷന്, പരസ്പരം ഒരു സൈക്കിൾ കണക്ഷന് ഉണ്ടാവും എന്നുള്ളതാണ് ഗ്രാഫിൻ്റെ. ഇപ്പോൾ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0 നിന്ന് 1 കണക്ഷൻ ഉണ്ട്, 0 നിന്ന് 4 കണക്ഷൻ ഉണ്ട്, 1 നിന്ന് 0 1 നിന്ന് 4 1 നിന്ന് മൂന്നാമത്തെ നോഡിലോട്ടും വെർട്ടീസസിലോട്ടും കണക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നോൺ ലീനിയർ ആണ് എന്ന് പറയാൻ കാരണം എന്താണ്, ഇത് സീക്വൻഷ്യൽ അല്ല. ഒരു എലമെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സുമായിട്ട് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഇനി ട്രീയിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ട്രീ എന്ന് പറയുന്നത് ഒരു സൈക്കിൾ കളക്ഷൻ അല്ല. പക്ഷേ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു സൈക്കിൾ എങ്ങനെ പോയാലും 0 നിന്ന് തിരിച്ച് 0 തന്നെ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, മടങ്ങി വരാം. 0 നിന്ന് 1 നിന്ന് 3 4 കണക്ഷൻ ഉണ്ട്, 4 നിന്ന് 0 അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കണക്ഷനെയാണ് എഡ്ജസ് എന്നും ഈ നോഡിനെ വെർട്ടീസസ് എന്നും പറയുന്നു. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. ഒരു എലമെൻറ്റ്സിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റ സ്ട്രക്ചറിൻ്റെ മേജർ ഓപ്പറേഷൻസുകൾ, എന്തൊക്കെ ഓപ്പറേഷൻസാണ് ഡാറ്റ സ്ട്രക്ചർ കൊണ്ട്
ഉള്ളത്. ഒന്ന് സെർച്ച്. വി ക്യാൻ സെർച്ച് ഫോർ എനി എലമെൻറ്റ് ഇൻ എ ഡാറ്റാ സ്ട്രക്ചർ. ഡാറ്റാ സ്ട്രക്ചറിലെ ഏതൊരു എലമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. വി ക്യാൻ സോർട്ട് ദ എലമെൻറ്റ്സ് ഓഫ് ഡാറ്റാ സ്ട്രക്ചർ either ഇൻ ആൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർച്ചിങ്, സോർട്ടിങ്, ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ. ഈ 5 കാര്യങ്ങൾ, ഈ 5 ഓപ്പറേഷൻസുകൾ നമുക്ക് ഡാറ്റാ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതാണ് സെർച്ചിങ്. നമുക്ക് സെർച്ച് ചെയ്യാം. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. ബേസ്ഡ് ഓൺ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യാം. ഇൻസേർഷൻ, വി ക്യാൻ ഓൾസോ ഇൻസേർട്ട് ദ ന്യൂ എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. പുതിയ ഡാറ്റ എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സ്ട്രക്ചറിലോട്ട് ആഡ് ചെയ്യാം. അപ്ഡേഷൻ, വി ക്യാൻ ഓൾസോ അപ്ഡേറ്റ് ദ എലമെൻറ്റ്സ്. ഒരു ഡാറ്റ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു, ആ ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ആ വേറൊരു ഡാറ്റയുമായിട്ട് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേഷൻ പോസിബിളാണ് ഡാറ്റ സ്ട്രക്ചറിനകത്ത്. ഡിലീഷൻ, വി ക്യാൻ ഓൾസോ പെർഫോം ദ ഡിലീറ്റ് ഓപ്പറേഷൻ ടു റിമൂവ് ദ എലമെൻറ്റ് ഫ്രം ദ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് മേജർ ഓപ്പറേഷൻ. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്ന് എഫിഷ്യൻസി. എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ്, ഡാറ്റ നമുക്ക് വളരെ നല്ല രീതിയിൽ കൃത്യമായി കൊണ്ട് അറേഞ്ച് ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം. ആ അറേഞ്ച്മെൻറ്റ് പോസിബിളാണ്. അതേപോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം പോസിബിളാണ്. ഇഫ് ദ ചോയ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിക്കുലർ ADT ഈസ് പ്രോപ്പർ, ഇറ്റ് മേക്സ് ദ പ്രോഗ്രാം വെരി എഫിഷ്യൻറ്റ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. പിന്നെ റീയൂസബിലിറ്റി എന്ന് പറയുന്നത് ഈ ഡാറ്റ എന്നാണ് ഇതിനകത്തുള്ളത്. അത് ടി വിട്ടുപോയതായിരിക്കാം. അപ്പോൾ ദ ഡാറ്റ സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് റീയൂസബിലിറ്റി മീൻസ് ദാറ്റ് മൾട്ടിപ്പിൾ ക്ലയൻറ്റ് പ്രോഗ്രാം ക്യാൻ യൂസ് ദ ഡാറ്റ സ്ട്രക്ചർ. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ്, മൾട്ടിപ്പിൾ ക്ലയൻറ്റ് പ്രോഗ്രാം, ഒന്നിൽ കൂടുതൽ റീയൂസബിലിറ്റി. ഏത് ഡാറ്റ സ്ട്രക്ചറും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതേപോലെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ കഴിയും. മറ്റൊന്ന് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ബോധറാവേണ്ട ആവശ്യമില്ല. ആ ഫങ്ഷൻ എങ്ങനെ. അപ്പോൾ ദ ഡാറ്റ സ്ട്രക്ചർ സ്പെസിഫൈഡ് ബൈ ആൻ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ഓൾസോ പ്രൊവൈഡ് ദ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്താണ് അബ്സ്ട്രാക്ഷൻ? ദ ക്ലയൻറ്റ് കനോട്ട് സീ ദ ഇൻറ്റേർണൽ വർക്കിംഗ് ഓഫ് ദ ഡാറ്റ സ്ട്രക്ചർ. ക്ലയൻറ്റിന് ഇതിൻ്റെ ഇൻറ്റേർണൽ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊന്നും ബോധറാവേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു വറി അബൌട്ട് ദ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യേണ്ട, ക്ലയൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രാമർ വറീഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ദ ക്ലയൻറ്റ് ക്യാൻ ഓൺലി സീ ദ ഇൻ്റർഫേസ്. ക്ലയൻറ്റിനെ എന്താണ്, ഇതെങ്ങനെയാണ് ഇൻ്റർഫേസ് മാത്രം എന്ത് ചെയ്താൽ മതി, ക്ലയൻറ്റിന് അറിഞ്ഞിരുന്നാൽ മതി. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ ആഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എലമെൻറ്റ്സുകൾ ഇങ്ങനെ ആഡായി പോവും. പിന്നെ ഡിലീറ്റ് കൊടുത്താൽ ഡാറ്റ എലമെൻറ്റ്സുകൾ ഡിലീറ്റായി പോവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ആഡ് കൊടുക്കുമ്പോൾ ആഡായിരുന്നാൽ മതി. ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് ആഡ് കൊടുക്കുമ്പോൾ ആഡ് ആവണം, അവരുടെ ഡാറ്റ എന്താണുള്ളത് അത് ആഡ് ആവണം. ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യണം. അതാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസിനെ മാത്രം എന്ത് ചെയ്താൽ മതി, ബോദർ ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യേണ്ട, ക്ലയൻറ്റ് ബോധേഡ് ആവേണ്ട എന്നുള്ളത്. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സംഗതി. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജ്. 3 അഡ്വാൻറ്റേജാണ്. ഒന്ന് എഫിഷ്യൻസി, രണ്ടാമത്തത് റീയൂസബിലിറ്റി, മൂന്നാമത്തത് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.